ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തനി നാടൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ചേന ഫ്രൈ ചെയ്തെടുത്തത്. ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, പലരും ഉണ്ടാക്കാറുള്ള റെസിപ്പിയുമായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിത് ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ചേന ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും പോകുന്നൊരു കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ വേണ്ടവരുണ്ടെങ്കിൽ വലിയ കഷ്ണമൊക്കെ ചേന എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല ഇടുകയാണ് വേണ്ടത്. ആദ്യം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഈ ചേനയും മസാലയും അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതിനെ ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാക്കണം. ചൂടായതിനു ശേഷം തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം ചേന ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടിൽ ഈ ചേന അങ്ങ് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് ക്രിസ്പി ആയിട്ട് വരും, അകം ഭാഗമാണെങ്കിലോ കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തീ പറ്റ കുറച്ച് വെച്ചിട്ട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ അകവും പുറവും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്യാം. ഇപ്പം ദാ ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചേന ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.